ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ കലണ്ടർ ഇയറിലെ അവസാനത്തെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്റ്റ് ഇന്ന് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെയും അത്തരത്തിലുള്ളൊരു സെൻറ്റിമെൻ്റ് ആയിരുന്നു ഏഷ്യയിൽ. അതേസമയം നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ കണ്ടിരുന്നത്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് തന്നെയാണ്. ഒപ്പം അമേരിക്കൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകളും ഇന്നലെ റീബൗണ്ട് ചെയ്തിരിക്കുകയാണ്. NVIDIA അതുപോലെ തന്നെ AMD ഒഴികെയുള്ള ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൽഫബറ്റ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $323.35 പെർ ഷെയറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത് 328.83 ആണ്. ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.9 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ആപ്പിളും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $280.38 പെർ ഷെയറാണ് ആപ്പിളിൻ്റെ പുതിയ റെക്കോർഡ് ഹൈ. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.1 ട്രില്യൺ ആണ്. അതോടൊപ്പം തന്നെ ബ്രോഡ്കോമും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്രോഡ്കോമാണ് ആൽഫബറ്റിൻ്റെ ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ് ചിപ്പുകൾ ഉണ്ടാക്കുന്ന കമ്പനി. ബ്രോഡ്കോമിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1.83 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഒപ്പം മെറ്റ പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഈ സ്റ്റോക്കുകളൊക്കെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നെഗറ്റീവ് ന്യൂസ് ലോസ് ഉള്ളത് NVIDIAയ്ക്കാണ്. കാരണം ആൽഫബറ്റ് പുതിയ AI ചിപ്പ് ലോഞ്ച് ചെയ്തിരുന്നു. ഈ ചിപ്പ് NVIDIAയുടെ ചിപ്പ് സെയിൽസിനെയാണ് ബാധിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് NVIDIAയിൽ പൊതുവെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ NVIDIAയ്ക്കും മാർക്കറ്റ് ഷെയർ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ആൽഫബറ്റ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വാറൻ ബഫറ്റിൻ്റെ ബെർക്ഷയർ ഹാത്താവേ ആൽഫബറ്റിൽ സ്റ്റേക്ക് വാങ്ങിയതിന് ശേഷം വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നമ്മൾ ആൽഫബറ്റിൽ കണ്ടിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഓവറോൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിസംബർ മാസത്തിൽ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്ന തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റഷ്യയും അതുപോലെ തന്നെ ഉക്രൈനും തമ്മിലുള്ള വാർ സെറ്റിലാവുകയാണ്. യുക്രൈൻ എല്ലാ ഉപാധികളും സ്വീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ക്രെഡിറ്റ് വളരെ വൈകിയാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിനുള്ള ക്രെഡിറ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. ഇനി നമ്മൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെയും ഗോൾഡ് തന്നെയാണ് സ്റ്റെബിലിറ്റി കാണിച്ചിട്ടുള്ള ഒരു കമ്മോഡിറ്റി. ഇന്ന് ഗോൾഡ് വീണ്ടും മുന്നേറാണ്. $4,165 പെർ ഔൺസിനാണ് മോർണിംഗിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്, സ്പോട്ട് ഗോൾഡ്. അതുപോലെ തന്നെ സിൽവർ $51.96 പെർ ഔൺസിനാണ് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. സ്റ്റേബിൾ കോയിൻ ഫോം ചെയ്തിട്ടുള്ള സ്റ്റേബിൾ കോയിൻ ഉണ്ടാക്കിയിട്ടുള്ള ടീത്തർ ലിമിറ്റഡ് ഗോൾഡും ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 116 ടൺ ഗോൾഡ് ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും 100 ടൺ കൂടി വാങ്ങുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡിജിറ്റലൈസേഷൻ ടോക്കണൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ് ഈ ന്യൂസും ഗോൾഡിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ്ങും അഗ്രസീവ് ആയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ വീണ്ടും ഗോൾഡ് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്നും ഗോൾഡ് ഒരു പോസിറ്റീവ് ബയാസിലുള്ള ട്രേഡിംഗ് കാണിക്കാനാണ് സാധ്യതകൾ കൂടുതൽ. മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നലെ. അതുപോലെ തന്നെ അലുമിനിയം, സിങ്ക് ഈ കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മോർണിംഗിലും അത്തരത്തിലുള്ളൊരു ട്രേഡിംഗ് സെൻറ്റിമെൻ്റ് ആണ് ഈ കമ്മോഡിറ്റികളിലുള്ളത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $61.88 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ JP മോർഗൻ്റെ പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. 2027 എൻഡ് ചെയ്യുമ്പോഴേക്കും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്
$30 താഴുന്നാണ് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി ക്രൂഡ് ഓയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. JP മോർഗൻ പറഞ്ഞിരിക്കുന്നത് നോൺ ഒപെക് കൺട്രികളുടെ പ്രൊഡക്ഷൻ കൂടും, അതുപോലെ തന്നെ ഡിമാൻഡ് കുറയും ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ്. ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസിൽ നിന്ന് ധാരാളം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് നെഗറ്റീവാണെന്നാണ് JP മോർഗൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും JP മോർഗൻ്റെ ക്രൂഡ് ഓയിൽ പ്രൈസ് പ്രഡിക്ഷൻ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ സുദീപ് ഫാർമ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഒരു IPO ആയിരുന്നു. മെയിൻ ബോർഡ് IPO 93.71 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. NCC 2063 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. സൂര്യ റോഷ്നി 10.15 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. സെൻ ടെക്നോളജീസ് 108 കോടി രൂപ ഓർഡർ ഡിഫൻസ് പ്രൊഡക്ട്സിന് വേണ്ടി ഡിഫൻസിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. പട്ടേൽ എഞ്ചിനീയറിംഗ് റൈസ് ഇഷ്യൂ അനൗൺസ് ചെയ്യുകയാണ്. ബോർഡ് മീറ്റിംഗ് നവംബർ 28-നാണ്. LG എക്യുപ്മെൻറ്റ് SBI മ്യൂച്വൽ ഫണ്ട് 20.62 ലക്ഷം ഷെയർസ് വാങ്ങിയിട്ടുണ്ട് LG എക്യുപ്മെൻറ്റിൽ. തീർച്ചയായിട്ടും LG എക്യുപ്മെൻറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ CLSA ഇന്ത്യൻ മാർക്കറ്റ് 2026 കറണ്ട് ലെവലിൽ നിന്ന് 16% ഇൻക്രീസ് ആവുമെന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം ടോപ്പ് പിക്കുകളും അവർ നൽകിയിട്ടുണ്ട്. എറ്റേണൽ, NHPC, അപ്പോളോ ടയർ, DMart, ഇൻഡസ് ടവേഴ്സ്, ONGC, പേഴ്സിസ്റ്റൻസ് സിസ്റ്റംസ്, DLF, PFC, REC, ടെക് മഹീന്ദ്ര, അൾട്രാടെക് സിമൻറ്റ്, വരുൺ ബെവറേജസ് ഈ സ്റ്റോക്കുകളാണ് അവരുടെ ടോപ്പ് പിക്കുകളായിട്ട് 2026 CLSA നൽകിയിട്ടുള്ളത്. ഒപ്പം നമ്മൾ Q2 റിസൾട്ടിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ 5 ഇയർ 10 ഇയർ ആവറേജൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ താഴെയാണ്. ഇതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ PSU ബാങ്കുകളുടെ പെർഫോമൻസ് അടുത്ത മാസങ്ങളിലും അടുത്ത വർഷങ്ങളിലൊക്കെ വളരെ ബെറ്റർ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിലുള്ള ഡാറ്റ തന്നെയാണ് പ്രൈവറ്റ് PSU ബാങ്കുകളുടെ ഡാറ്റകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് SBI, PNB, ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക് ഇത്തരത്തിലുള്ള ബാങ്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇന്നലെയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബയേഴ്സാണ് 755.32 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3912.47 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും ബയേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് ഡേയ്സ് ആണ് ഹെഡ്. ഈ കലണ്ടർ ഇയറിലെ അവസാനത്തെ F&O കോൺട്രാക്റ്റ് ഇന്ന് ആരംഭിക്കുകയാണ്. ഡിസംബർ എൻഡോട് കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റും വീണ്ടും നല്ല രീതിയിൽ മുന്നേറുമെന്നുള്ള എക്സ്പെക്റ്റേഷനുണ്ട്. അതോടൊപ്പം തന്നെ ഗോൾഡും സിൽവറും നല്ല രീതിയിൽ മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒപ്റ്റിമിസ്റ്റോട് കൂടി ഇരിക്കാം. ഇനി നമ്മളെ സംബന്ധിച്ച് US ഇന്ത്യ താരിഫ് റിലേറ്റഡ് ന്യൂസുകൾ അമേരിക്കയിൽ നിന്ന് വരാനുണ്ട്. ഒപ്പം US ഇന്ത്യ താരിഫ് ട്രേഡ് ഡീല് ഈ 2 ഇവൻറ്റുകളാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അതോടൊപ്പം തന്നെ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗും ഉണ്ട്. അപ്പോൾ ഈ 3 ഇവൻറ്റുകളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.